ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5 ഇയർ പ്ലാൻ സ്ഥിരമായിട്ട് PSC UPSC എല്ലാവരുടെയും ചോദ്യമാണ്. അപ്പൊ മിക്ക വർഷങ്ങളിലും 5 ഇയർ പ്ലാൻ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാവും. ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് 5 ഇയർ പ്ലാന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല നമ്മൾ പറയുന്നത്, ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് കോഴ്സിനകത്ത് ജോയിൻ ചെയ്തവർക്ക് 5 ഇയർ പ്ലാനും കൂടുതൽ ഒരു എക്സ്ട്രാ ടോപ്പിക്കും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 5 ഇയർ പ്ലാൻ നിങ്ങൾ വേഗത്തിൽ ഇത് വെച്ചിട്ടൊന്ന് നോക്കുക. ഞാൻ എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നതും കൂടെ കേട്ടിരിക്കുക. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ആണ്. പിന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് 12th 5 ഇയർ പ്ലാൻ വരുമ്പോൾ മാത്രം നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഇപ്പൊ അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ക്വിക്ക് റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, പെട്ടെന്ന് തീർക്കാം. അപ്പൊ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ കൊടുത്തിട്ടുണ്ട്, എന്താണ് കോഴ്സിൽ കൊടുക്കുന്നത് എന്ന്. ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഇനിയും ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണേലും ജോയിൻ ചെയ്യാം. നിങ്ങൾക്കുള്ള കംപ്ലീറ്റ് സോഴ്സ് അവിടെ കിടപ്പുണ്ട്. മോക്ക് ടെസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് 499 രൂപയ്ക്ക് ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്ലസ് മോക്ക് ടെസ്റ്റ്. കൂടുതൽ നമ്മളിപ്പോൾ മോക്ക് ടെസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മെയിൻസ് വരെ നിങ്ങൾക്ക് ഈ ടോപ്പിക്സിന്റെ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും ഉപയോഗിക്കാം. ഡിസംബർ വരെ ആയിരിക്കും വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് GKയുടേതും ഇംഗ്ലീഷിന്റേതുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 55 ഹോട്ട് ടോപ്പിക്സ് ഏപ്രിൽ 12 കൂടിയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പഠിച്ച് തീർക്കത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഫുൾ GK പ്ലസ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് 5 ഇയർ പ്ലാനെ പറ്റിയിട്ടാണ്. അതിന്റെ ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ ഇയർ ആണ് അറിയേണ്ടത്. 1951 മുതൽ 56 വരെ ആയിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. ടാർഗറ്റ് ചെയ്തത് 2.10 ആയിരുന്നു. എന്ത് റേഷ്യോ, അതായത് ടാർഗറ്റഡ് ഗ്രോത്ത് വെച്ചിരിക്കുന്നത് 2.10 ആയിരുന്നു. പക്ഷേ അച്ചീവ് ചെയ്തത് എത്രയായിരുന്നു? 3.60 ആണ് അച്ചീവ് ചെയ്തത്. അപ്പൊ ആദ്യത്തേത് 2.1 ആണ് നമ്മൾ ടാർഗറ്റഡ് ഗ്രോത്ത്, ആക്ച്വൽ ഗ്രോത്ത് 3.6 ആയിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 56 മുതൽ 61 വരെ ആയിരുന്നു. ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് 4.50, അച്ചീവ് ചെയ്തത് 4.3 വരെ എത്തിയുള്ളൂ. അപ്പം പ്രതീക്ഷിച്ചതിലും കുറച്ച് താഴെ ആയിരുന്നു. തേർഡ് 5 ഇയർ പ്ലാന് 1961 മുതൽ 66 വരെയും അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് 5.6ഉം വളരെ തുച്ഛമായിട്ടുള്ളതാണ്. നമ്മൾ ആക്ച്വൽ ഗ്രോത്ത് 2.80 വരെ എത്തിയിട്ടുള്ളൂ. ഫോർത്ത് 5 ഇയർ പ്ലാനകത്ത് 1969 മുതൽ 74 വരെ ആയിരുന്നു. അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ടാർഗറ്റ് ചെയ്തത് 5.7 ആയിരുന്നു. എത്തിപ്പെടാൻ പറ്റിയത് 3.3യിലാണ്. ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ 1974 മുതൽ 79 വരെ ആയിരുന്നു. അതിനകത്ത് 4.40 ആണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. 4.80 അച്ചീവ് ചെയ്തു, കൂടുതലാണ്. സിക്സ്ത് 5 ഇയർ പ്ലാൻ വരുന്നത് 1980 മുതൽ 85 വരെ ആയിരുന്നു. 5.20 അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചു, ടാർഗറ്റ് ചെയ്തു, 5.70 അച്ചീവ് ചെയ്തു. സെവൻത് 5 ഇയർ പ്ലാൻ 85 മുതൽ 89 വരെ ആയിരുന്നു. ശേഷം 5% ആണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, 6% അച്ചീവ് ചെയ്തു. എയ്ത്ത് 5 ഇയർ പ്ലാൻ 1992 തൊട്ട് 97 വരെ ആയിരുന്നു. 5.60 ആണ് ടാർഗറ്റ് ചെയ്തത്, 6.80 വരെ എത്താനായിട്ട് സാധിച്ചു. ദെൻ ഒൻപതാം പഞ്ചവത്സര പദ്ധതി 97 മുതൽ 2002 വരെ ആയിരുന്നു. ആ സമയത്ത് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് 6.50യും അച്ചീവ് ചെയ്തത് 5.40 ആണ്. 10th 5 ഇയർ പ്ലാൻ 2002 തൊട്ട് 7 വരെ ആയിരുന്നു. 8% അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചു, 7.6 വരെ എത്തി. 11th 9% അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ടാർഗറ്റ് ചെയ്തത് 8% വരെ എത്തി, മോശമില്ല. 12th 5 ഇയർ പ്ലാൻ ആണ് 8% ഉദ്ദേശിച്ചു. ഇവിടെ വരാൻ കാരണം എന്താണ്? നമുക്കറിയാം 2015 നീതി ആയോഗ് നിലവിൽ വന്നു, അല്ലെ? അപ്പൊ ഇത്രയുമാണ് ടാർഗറ്റ് ചെയ്തതും ആക്ച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ആ ഫീച്ചേഴ്സിനകത്ത് നമ്മൾ ആദ്യം പറയുന്ന ഒരു പേരുണ്ടല്ലോ, എന്താണ്, ഏത് മോഡൽ എന്നറിയപ്പെടുന്നത്? ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്, അല്ലെ? അപ്പൊ ഫസ്റ്റ് പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ദി ഹരോൾഡ് ഡോമർ മോഡൽ which was developed independently by Roy F. Harrod and F.C. Domer. രണ്ടാൾക്കാരാണ് ഡെവലപ്പ് ചെയ്തത്, റോയ് എഫ് ഹരോഡും എഫ്.സെ ഡോമറും. ഈ രണ്ടാൾക്കാരോടുള്ള ബഹുമാന സൂചകമായിട്ട് ഹരോഡിന്റെയും ഡോമറിന്റെയും മോഡൽ എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു, അല്ലെ?
അപ്പം ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പരിഗണന കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കൃഷിക്ക് വേണ്ടിയിട്ടായിരുന്നു പരിഗണന കൂടുതലായിട്ട് കൊടുത്തത്. എങ്ങനെയെങ്കിലും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂട്ടണം, അതുപോലെ എംപ്ലോയ്മെന്റ്, ഫുൾ എംപ്ലോയ്മെന്റ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. അതായത് ഈ അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ ഇറ്റ് ഓൾസോ ഫോക്കസ്ഡ് ഓൺ ഫുൾ എംപ്ലോയ്മെന്റ്, അതുപോലെ റിമൂവൽ ഓഫ് എക്കണോമിക് ഇൻഇക്വാളിറ്റി ആൻഡ് പവർ ആൻഡ് ട്രാൻസ്പോർട്ട്, അതും കൂടെ പഠിച്ചു വെക്കുക. അതായത് ഫുൾ എംപ്ലോയ്മെന്റിൽ ഫോക്കസ് ചെയ്തു, തൊഴിലില്ലായ്മ മാറ്റാനും എക്കണോമിക് ഇൻഇക്വാളിറ്റി മാറ്റാനും പവറിനകത്തും ട്രാൻസ്പോർട്ടിനകത്തും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു ഫുഡ് സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ആരും ഡിപ്പെൻഡ് ചെയ്യാതെ ഫുഡ് സെൽഫ് സഫിഷ്യൻസി കൊണ്ടുവരിക. അതുപോലെ റീഹാബിലിറ്റേഷൻ, ഈ അഭയാർത്ഥികളുടെ പുനരധിവാസം എന്ന് പറയുന്നതും പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതൊക്കെ അച്ചീവ് ചെയ്തൊരു 5 year പ്ലാൻ തന്നെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ ഈ കാലഘട്ടത്തില് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം 1952 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും കുടുംബാസൂത്രണം എന്നിവ ആവിഷ്കരിച്ചതൊക്കെ ഈ ഒരു പദ്ധതി കാലത്താണ് അല്ലെ. അപ്പൊ അതും കൂടെ ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇതിന്റെ ആമുഖം തയ്യാറാക്കിയത് ആരാണെന്ന് സ്ഥിരം ചോദിക്കാറുണ്ട്. ഡോക്ടർ KN രാജ്, ഒരു മലയാളിയാണ് ഇതിന്റെ ആമുഖം തയ്യാറാക്കിയത്. അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC നിലവിൽ വരുന്നതൊക്കെ ഈ കാലഘട്ടത്തിലാണ്. UGC 1953 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനൊക്കെ ചോദിക്കും. 1953 ഡിസംബർ 28 UGC ഒക്കെ നിലവിൽ വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ പദ്ധതി ഊന്നൽ കൊടുത്തത് കൃഷിക്കും അതുപോലെ തന്നെ ജലസേചനത്തിനുമാണ്. കൂട്ടത്തിൽ തന്നെ എന്തുണ്ടായിരുന്നു? ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഫുൾ എംപ്ലോയ്മെന്റിനകത്തും എക്കണോമിക് ഇൻഇക്വാളിറ്റി ഇല്ലാതാക്കാനും പവറിനകത്തും ട്രാൻസ്പോർട്ടിനകത്തും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇനി അത് ഏറ്റവും കൂടുതൽ പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ടല്ലോ, IIT-കൾ സ്ഥാപിച്ചു അല്ലെ. ഫസ്റ്റ് 5 year പ്ലാനകത്ത് 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് സ്ഥാപിക്കപ്പെട്ടത്. അതും എപ്പോഴും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഇനി സെക്കൻഡ് 5 year പദ്ധതിയിലേക്ക് വരുന്ന സമയത്ത് അപ്പം ഈ കൂട്ടത്തില് പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ, ഇറിഗേഷൻ പ്രോജക്റ്റിനകത്ത് അണക്കെട്ടുകൾ ഏതായിരുന്നു? വക്രാനങ്കലും ഹിരാക്കുഡ് അണക്കെട്ടും ഈ കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു 2.1 ആണ് പ്രതീക്ഷിച്ചത്, 2.1 ടാർഗറ്റ് ചെയ്തു, 3.6 ആക്ച്വൽ ഗ്രോത്ത് നേടി. സെക്കൻഡ് 5 year പദ്ധതി അറിയപ്പെടുന്നത് എന്താ പേര്? മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ 4.3 ആണ് ആക്ച്വൽ ഗ്രോത്ത്. ടാർഗറ്റ് ചെയ്തത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ലക്ഷ്യമിട്ട് 4.5 എന്നാൽ 4.3 വരെ എത്താൻ സാധിച്ചുള്ളൂ. ചിലടത്ത് 4.27 എന്നും കാണാം കേട്ടോ. അപ്പൊ ഏകദേശം 27 വന്നതുകൊണ്ട് 4.3 നമുക്ക് പഠിക്കാം. അപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? Similar to the first plan, this plan was developed on the basis of Harrod-Domer model. ഈ Harrod-Domer മോഡലിനെ പോലെ തന്നെയാണ് ഈ പറഞ്ഞ സെക്കൻഡ് പ്ലാനും ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇത് എഴുതി തയ്യാറാക്കി, അല്ലെങ്കിൽ ഇതിനെ മഹൽനോബിസ് പ്ലാൻ എന്ന് വിളിക്കാൻ കാരണം PC മഹൽനോബിസ് ആണ് ഇത് തയ്യാറാക്കിയത് അല്ലെ. മഹൽനോബിസ് മാതൃകയിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ്. എന്നാൽ ഹറോ-ഡോമർ മോഡലിന്റെ ആ ഒരു പ്ലാൻ വെച്ചിട്ട് തന്നെയാണ് ഇതും ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് കൂടുതലായിട്ടും കേന്ദ്രീകരിച്ചിരുന്നത് എന്തിനെയായിരുന്നു? റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് അല്ലെ. അതായത് വ്യാവസായികമായിട്ടുള്ള വളർച്ചയാണ് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുത്തത്. അതായത് കൂടുതലായിട്ടും ഹെവി ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതുപോലെ നാഷണൽ ഇൻകത്തിനെ കൂട്ടുക, അതുപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുക വ്യാവസായികവൽക്കരണത്തിലൂടെ. അതുപോലെ ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ദ പ്ലാൻ വാസ് നോട്ട് ഇംപ്ലിമെന്റഡ് കംപ്ലീറ്റ്ലി ആൻഡ് ടാർഗറ്റ് വെയർ പ്രൂൺ. ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഒരു ഷോർട്ടേജ് വരികയും ഈ പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റാതെ വരികയുമാണ് ചെയ്തത്. അപ്പൊ ഈ സമയത്ത് 1956 വ്യാവസായിക നയപ്രമേയം, ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1956 എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലാണ് അല്ലെ. അതിന്റെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഫൗണ്ടേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തിനെ വിളിക്കാം? 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനെ, വ്യാവസായിക നയത്തിനെ നമുക്ക് വിളിക്കാം. അതുപോലെ സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാറുണ്ട്. അപ്പൊ ഈ സമയത്ത് പ്രധാനമായിട്ടും വ്യവസായശാലകളാണ് സ്ഥാപിക്കപ്പെട്ടത്. ഭിലായ്, ദുർഗാപൂർ, റൂർക്കേല തുടങ്ങിയിട്ടുള്ള പ്രധാന വ്യവസായശാലകളൊക്കെ വന്നത് ഈ കാലഘട്ടത്തിലാണ്. ഓക്കെ ആണല്ലോ. ഇനി തേർഡ് പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം 61 തൊട്ട് 66 വരെ ആയിരുന്നു. അപ്പൊ ഈ സമയത്തെ ടാർഗറ്റ് ചെയ്തത് 5.6 ആണ്. പക്ഷെ ആക്ച്വൽ ഗ്രോത്ത് ശരിക്കും കുറഞ്ഞു പോയി, 2.8 വരെ നമുക്ക് എത്താൻ സാധിച്ചുള്ളൂ അല്ലെ. അപ്പൊ ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പല പ്രശ്നങ്ങളുണ്ടായി. 62 അതുപോലെ 65, 66 തന്നെ 62 ഇന്ത്യ ചൈന യുദ്ധവും 66, 65 കാലഘട്ടത്തിലെ ഇന്ത്യ പാക് യുദ്ധവും ഒക്കെയാണ് ഇതിങ്ങനെ തകർന്നു പോകാൻ കാരണമായിട്ട് തീർന്നത്. അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്ത്യയിലെ ഭക്ഷ്യ ഉൽപാദനം, അതുപോലെ വ്യാവസായിക സ്വാശ്രയത്വം നേടുക, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ പറയുന്നത് കൂട്ട് തന്നെ
പ്രശ്നം ഉണ്ടാവാൻ കാരണം ഈ ഇൻഡോ പാക് വാർ 1965 ഇന്ത്യ ചൈന അഗ്രഷനാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നോക്കിയേ, ദിസ് പ്ലാൻ സെയിം ടു മേക്ക് ഇന്ത്യ എ സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കണോമി. However, toward the end of this plan, the aim was shifted to the development of defense. This plans created a base for the growth of medium and a small scale industry and cottage industry. അപ്പൊ ഈ ഒരു പ്ലാന്റെ കാലഘട്ടത്താണ് ഈ ഒരു ചെറുകിട വ്യവസായം, കോട്ടേജ് ഇൻഡസ്ട്രി, കുടിൽ വ്യവസായങ്ങള് ഇതൊക്കെ വളർത്തുന്ന ആ ഒരു ബേസ് ഉണ്ടാവുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. It was during this plan period India resorted to borrowing from the International Monetary Fund for the first time. ആദ്യമായിട്ട് നമ്മൾ IMF-ൽ നിന്നും കടമെടുക്കുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുകൂടെ പഠിച്ചു വെച്ചോണേ, നമുക്ക് എപ്പോഴും കിട്ടുന്ന പോയിന്റ് അല്ല. ദെൻ അത് കഴിഞ്ഞിട്ട് ഇതൊരു വലിയ തകർച്ചയായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ഒരു പ്ലാൻ ഹോളിഡേ ആണ് വരുന്നത് അല്ലെ. പ്ലാൻ ഹോളിഡേയുടെ വർഷം എന്താ? ആ ഇന്ത്യ പാക് വാർ കഴിഞ്ഞിട്ടുള്ള വർഷം 66 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ കാലഘട്ടമായിരുന്നു. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം മൂന്നാം പഞ്ചവത്സര പദ്ധതി വൻ തോൽവിയായിരുന്നു. തോൽവി ആയതിനെ തുടർന്നിട്ടാണ് ഈ ഒരു പ്ലാൻ ഹോളിഡേ വരുന്നത് അല്ലെ. അപ്പൊ ഈ സമയത്ത് as a result of the third plan terrible failure, the government was compelled to declare the plan holiday from 66 to 69. The government established 3 yearly plan known as plan holiday from 1966, 67, 67, 68 and 68, 69. The principal cause of the plan termination were to the Indo-Pak and Sino-Indian wars culminated in the collapse of the third 5-year plan. അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അതിനുശേഷം നമുക്കറിയാം നാലാം പഞ്ചവത്സര പദ്ധതി 69 പിന്നെയും തുടങ്ങി. അപ്പൊ ഇതിന്റെ ആക്ച്വൽ ഗ്രോത്ത് 3.3 ഉള്ളായിരുന്നു. അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് 5.6 ആയിരുന്നു. അവിടെയും ഒരു തകർച്ചയാണ്. അപ്പൊ ഈ നാലാം പഞ്ചവത്സര പദ്ധതിയില് കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാ? ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. അപ്പം the fourth plan aimed for the growth and with the stability and being self-reliant, particularly in the defense sector. ഈ യുദ്ധമൊക്കെ നടന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുത്തത് ഡിഫൻസ് സെക്ടറിനും നമുക്ക് സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റണം അല്ലെ. പർട്ടിക്കുലർലി ഡിഫൻസ് സെക്ടറിനകത്ത് നമുക്ക് സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കണം. അതുപോലെ സ്ഥിരമായിട്ട് നമുക്ക് വളരാൻ സാധിക്കണം. എല്ലാ മേഖലയിലും നമുക്കൊരു വളർച്ച ഉണ്ടാവണം. പെർട്ടിക്കുലർലി എവിടെ വേണം? ഡിഫൻസ് സെക്ടറിൽ ഒരു സെൽഫ് റിലയന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് വളർത്തിയെടുക്കണം വിത്ത് സ്റ്റെബിലിറ്റി അല്ലെ. അതായത് ഈ പറഞ്ഞുകൂട്ട് തന്നെ സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച തന്നെയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. കൂട്ടത്തിൽ ഈ പറഞ്ഞുകൂട്ട് തന്നെ ഡിഫൻസ് സെക്ടറിന് കൂടുതലായിട്ടും ഒരു സെൽഫ് റിലയൻസിലേക്ക് കൊണ്ടുവരണം. ദ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം വെർ ഇൻട്രൊഡ്യൂസ് ഡ്യൂറിംഗ് ദിസ് പ്ലാൻ. ഈ സമയത്താണ് കൂടുതലായിട്ടും ഫാമിലി പ്ലാനിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. Special emphasis was laid in improving the condition of poor and underprivileged sections of the society by providing education and employment. ഈ പാവങ്ങളെ കൂടുതലായിട്ട് അല്ലെ നാലാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്തത് തന്നെ ദുർബല വിഭാഗത്തിന്റെ ഉന്നമനത്തിനായിട്ടായിരുന്നു. അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള സെക്ഷന് പുവേഴ്സിനെ കൂടുതലായിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക, എഡ്യൂക്കേഷനും എംപ്ലോയ്മെന്റും കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് the post-Indo-Pak War of 1971. There was a huge influx of Bangladeshi refugees in the country, which created scarcity of resources. നമുക്കറിയാം ആ സമയത്താണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ പറയുന്ന അഭയാർത്ഥികളുടെ ഒരു വരവ്. അപ്പൊ ആ സമയത്ത് നമുക്ക് റിസോഴ്സസിന്റെ സ്കേഴ്സിറ്റി ഉണ്ടാവുകയും അതോടുകൂടി പദ്ധതി പൊളിയുകയും ചെയ്തു. അപ്പൊ ഇന്ദിരാഗാന്ധി ഈ സമയത്ത് അഡ്മിനിസ്ട്രേഷൻ, ആ ഒരു ഇന്ദിരാഗാന്ധിയുടെ അഡ്മിനിസ്ട്രേഷൻ 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചതും ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടമാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഓർത്തു വെച്ചേക്കാം, ഈ പറഞ്ഞ പാലുൽപാദനത്തിനായിട്ട് അല്ലെങ്കിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാലും 4th 5-year പ്ലാൻ ആണ്. അടുത്തത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഗ്രോത്ത് റേറ്റ് ടാർഗറ്റ് ചെയ്തത് ഏകദേശം 4.4 ആയിരുന്നു. 4.8 അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. കുറച്ച് വളർച്ചയായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും മുന്നോട്ട് പോയി. ചിലടത്ത് ഇത് 5.1 എന്ന് കാണാറുണ്ട് കേട്ടോ. 5.1 വളർച്ചാ നിരക്ക് നേടിയെന്ന് കാണാറുണ്ട്. ചിലടത്ത് ഇത് 4.8 എന്നും കാണാറുണ്ട്. അപ്പൊ ഇവിടെ കൂടുതലായിട്ടും ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതിയിൽ കൂടുതൽ ലക്ഷ്യം വെച്ചിരുന്നത്. 74, അതായത് ഏകദേശം 5ാം പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നത് 74 മുതൽ 79 വരെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഹരീബി ഘട്ടാവോ 5th 5-year പ്ലാനകത്താണ് ഹരീബി ഘട്ടാവോ ദാരിദ്ര്യം ഇല്ലാതാക്കുക. അതുപോലെ തന്നെ സെൽഫ് റിലയൻസ്, ദ ചീഫ് ഒബ്ജക്റ്റീവ് ഓഫ് ദി 5th 5-year പ്ലാൻ. അതായത് നമുക്കൊരു സ്വന്തമായിട്ടൊരു നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനും പറ്റണം.
ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. രണ്ട് ഫീച്ചേഴ്സും ഇതിനകത്തുണ്ടായിരുന്നു. 1975 ദ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് പാസ് ചെയ്യുന്നു. ആൻഡ് അലൗവിംഗ് ദ സെൻട്രൽ ഗവൺമെന്റ് ടു ഓവർകം ദ ത്രെഷോൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. അതുപോലെ സിൻസ് ദ ഇൻസ്പെക്ഷൻ ഓഫ് ദി 5-year പ്ലാൻ ദ ഫസ്റ്റ് ടൈം റിമൂവൽ ഓഫ് പോവർട്ടി വാസ് മെയ്ഡ് ദ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് ദി പ്ലാൻ. അതിനുശേഷം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ മറ്റു ലക്ഷ്യങ്ങൾ ചോദിക്കുന്ന സമയത്താണ് കാർഷിക വൃത്തിയിലും ഡിഫൻസിലും ഒക്കെ സ്വാശ്രയത്വം നേടുക. അതുപോലെ ഈ പദ്ധതി തയ്യാറാക്കിയ DP ധർ ആണ്, ചോദിച്ചിട്ടുണ്ട്. DP ധർ ആണ് 5ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. ഓക്കെ ആണല്ലോ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ 20 ദിന പരിപാടികൾ 1975 20 ദിന പരിപാടികൾ ആരംഭിക്കുന്നത്? ഇന്ദിരാഗാന്ധി ആരംഭിക്കുന്നത്. അത് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ICDS നിലവിൽ വരുന്നത് ഈ സമയത്താണ്. ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം സർവീസ് വരുന്നത് 1975 ഒക്ടോബർ 2 ഇപ്പോൾ ICDS അംഗൻവാടി പോലെയുള്ള അതെല്ലാം വരുന്നത് ഈ സമയത്താണ്. ദെൻ റോളിംഗ് പ്ലാൻ ആണ് 1979 മുതൽ 1980 വരെയാണ്. ഈ 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ടാണ് റോളിംഗ് പ്ലാൻ വരുന്നത്. നമുക്കറിയാം 74 തുടങ്ങിയിട്ട് 5ാം പഞ്ചവത്സര പദ്ധതി 79 വരെ ആയിരുന്നു. അപ്പൊ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് വന്നതാണ് റോളിംഗ് പ്ലാൻ. 78 വന്നു, 80 നിർത്തലാക്കി. അപ്പൊ 6th പ്ലാൻ ഫോർ ദ പീരീഡ് ഓഫ് 78 to 1983 ഇത് ജനതാ ഗവൺമെന്റ് ഒന്ന് നിർത്തലാക്കിയിട്ട് ശേഷം കൊണ്ടുവന്നതാണ് ഈ പറയുന്ന റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം അവതരിപ്പിച്ചത് ഗുന്നാർ മിർദാൽ എന്ന് പറയുന്ന ആളാണ്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് ആണ്. കോൺഗ്രസ് അല്ല, ജനതാ ഗവൺമെന്റ് ആണ് നിർത്തലാക്കിയത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 6th 5-year പ്ലാൻ ആണ്. 6th 5-year പ്ലാന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുക. അപ്പൊ ഇതിന്റെ ഗ്രോത്ത് റേറ്റ് 5.7 ടാർഗറ്റ് 5.2. അപ്പൊ വിജയമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ 6th 5-year പ്ലാന്റെ കാലഘട്ടത്തില് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാങ്കേതിക വിദ്യ നവീകരിക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുക, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് നടപ്പിലാക്കിയത്. അപ്പൊ ഈ സമയത്താണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഒക്കെ നടപ്പിലാക്കുന്നത്. അതായത് കൂടുതലായിട്ട് ഈ റൂറൽ ഏരിയ വില്ലേജിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ പോവർട്ടി നിരോധിക്കുക, ഹയർ ഗ്രോത്ത് റേറ്റ് കൊണ്ടുവരിക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൂട്ടുക, തന്നെ തൊഴിലില്ലായ്മ നിരോധിക്കുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ടെക്നോളജി മോഡേണൈസേഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക തുടങ്ങിയവയായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ കാലഘട്ടത്തിലാണ് അവിടെ ഒരു ക്ഷാമം ഉണ്ടാവുകയും അപ്പം നമുക്ക് ആ ഒരു മോസ്റ്റ് ഓഫ് ദ ടാർഗറ്റ് ഫിക്സ്ഡ് ഇൻ ദിസ് പ്ലാൻസ് വെർ അച്ചീവ്ഡ് ആൻഡ് ഇറ്റ് വാസ് സക്സസ്ഫുൾ. ഈ പറഞ്ഞുകൊണ്ട് തന്നെ ക്ഷാമം ഉണ്ടായി, ടാർഗറ്റ് ചെയ്തതിനേക്കാളും അത്രയും ഗ്രോത്ത് അതിനേക്കാളും കൂടുതലായിട്ട് ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്യാനും സാധിച്ചു. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓവർ പോപ്പുലേഷൻ ഫാമിലി പ്ലാനിംഗ് വാസ് ഓൾസോ ഇൻക്രീസ്ഡ്. ഇനി 7ാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 വരെ ആയിരുന്നു. ഇതിന്റെ ആക്ച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഈ പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 6% ആയിരുന്നു. 6%. ഏതായിരുന്നു ടാർഗറ്റ്? 5%. അപ്പൊ 6%, 1% കൂടുതലായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ആരായിരുന്നു? രാജീവ് ഗാന്ധിയാണ്. പ്രധാനപ്പെട്ട ഉദ്ദേശം, ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ത്വരിതപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അതായത് കൂടുതലായിട്ടും this plan focused on increasing the production of food grains at a larger scale and employment opportunities. It was very successful plan. It recorded the highest ever agriculture as well as overall growth rate in the fiscal year of 1988 to 89. ഇതിന്റെ ബാക്കിയായിട്ട് there was a plan holiday ഉണ്ടായിരുന്നു 1990 മുതൽ 92 വരെ. ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാവുകയും ആ സമയത്താണ് പ്ലാൻ ഹോളിഡേ വാർഷിക പദ്ധതി 90 മുതൽ 92 വരെ വരുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ പറഞ്ഞുകൂട്ട് തന്നെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാംസ്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പണ്ടത്തെ NREP, RLEGP തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം തന്നെ കുറച്ചുകൂടെ ലയിപ്പിച്ചിട്ട് നമുക്കറിയാം JRY ഫോം ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അല്ലെ. അതായത് ജവഹർ റോസ്ഗാർ യോജന നടപ്പിലാക്കിയത് 1989 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് JRY. ഇതെല്ലാം കൂടെ ലയിപ്പിച്ചിട്ടാണ് JRY വന്നത്. ഇപ്പൊ ഇതും ലയിപ്പിച്ചു, പല പദ്ധതികളും ഇപ്പൊ ഒന്നായി. അപ്പൊ ഈ JRY എപ്പോഴും ചോദിക്കാറുണ്ട്. ജവഹർ റോസ്ഗാർ യോജന വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതിയും ഈ 7ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതിനുശേഷം പ്ലാൻ ഹോളിഡേ ആണ് നമ്മൾ പറഞ്ഞു. ഈ 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിലായിട്ട് നടപ്പിലാക്കിയതാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. നരസിംഹറാവു ഗവൺമെന്റിന്റെ
പുത്തൻ സാമ്പത്തിക നയം, ന്യൂ എക്കണോമിക് പോളിസി നടപ്പിലാക്കുന്നതൊക്കെ നമുക്കറിയാം 1991 കാലഘട്ടത്തിലാണ്. അപ്പൊ പ്ലാൻ ഹോളിഡേ സമയത്താണ്. ഈ സമയത്ത് നമ്മുടെ ധനകാര്യമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇനി അടുത്ത 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ അതിന്റെ ആക്ച്വൽ ഗ്രോത്ത് 6.8% ആണ്. ടാർഗറ്റ് ചെയ്ത് 5.6 ആണ്. അപ്പൊ അതും വലിയ വിജയമായിരുന്നു. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാനവശേഷി വികസനമായിരുന്നു. മാനവശേഷി വികസനമായിരുന്നു. അപ്പൊ മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നതൊക്കെ ഈ 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ പറഞ്ഞ 1992 റെസഷൻ ഇൻഡസ്ട്രീസിലൊക്കെ വരികയും ഇൻഫ്ലേഷൻ ഉണ്ടാവുകയും ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഒക്കെ വരികയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ സമയത്ത് ദ പ്ലാനേഴ്സ് ഓഫ് ദ 8th പ്ലാൻ ഇൻട്രൊഡ്യൂസ് വേരിയസ് മെഷേഴ്സ് ആൻഡ് പോളിസീസ് ടു കോംബാറ്റ് ഓൾ ദീസ് എക്കണോമിക് ഇഷ്യൂസ്. ഈ സമയത്ത് പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവു ആയിരുന്നു. ഫിസ്ക്കൽ ആൻഡ് എക്കണോമിക് റീഫോം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ സമയത്ത്. അതുപോലെ അനദർ കീ ഒബ്ജക്റ്റീവ് ഓഫ് ദ 8th പ്ലാൻ വാസ് ടു ഹാവ് യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ ആൻഡ് എറാഡിക്കേഷൻ ഓഫ് ഇല്ലിറ്ററസി ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 50 to 35 years. അത് ഇമ്പോർട്ടന്റ് ആണ്. യൂണിവേഴ്സൽ എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതുപോലെ നമുക്ക് വായനയും എഴുത്തും അറിയാതെ സാക്ഷരത ഇല്ലാതാക്കുക 15നും 35നും ഇടയ്ക്കുള്ളവർക്ക്, അതും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതുപോലെ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ ഇംപ്രൂവ് ചെയ്യുക, ഹൈ ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ ആൻഡ് ദ മാനുഫാക്ചറിംഗ് സെക്ടർ വിൽ അച്ചീവ് ത്രൂ ദിസ് പ്ലാൻ. അപ്പം 8ാം പഞ്ചവത്സര പദ്ധതിയിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്തി രാജ് എന്നിവയൊക്കെ നിലവിൽ വന്നു. അപ്പൊ വർഷം ഓർത്ത് വെച്ചേക്കുക, 92 മുതൽ 97 വരെ ആയിരുന്നു. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി 9ാം പഞ്ചവത്സര പദ്ധതി ഇപ്പൊ PSC സ്ഥിരം ചോദിക്കുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ 50 വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പദ്ധതിയായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ടിരുന്നത് ഇതാണ്. അപ്പം ദിസ് പ്ലാൻ വാസ് മോസ്റ്റ്ലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ 8th പ്ലാൻ. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. കൂടുതലായിട്ടും പ്രാധാന്യം കൊടുത്തത് ഗ്രാമീണ വികസനത്തിനും വികേന്ദ്രീകൃത ആസൂത്രണത്തിനുമാണ്. കൂട്ടത്തിൽ തന്നെ വളർച്ചയ്ക്കും സോഷ്യൽ ജസ്റ്റിസ് വിത്ത് ഇക്വാലിറ്റിക്കും കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഈ പറഞ്ഞ ടാർഗറ്റ് ചെയ്തത് 6.5% ആണ്. 5.4% വരെ എത്താനായിട്ട് സാധിച്ചുള്ളൂ. മറ്റു പ്രധാനപ്പെട്ട സ്ത്രീ ശാക്തീകരണമാണ്. കൂടുതലായിട്ടും സ്ത്രീ ശാക്തീകരണത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് കുടുംബശ്രീ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ സേഫ് ഡ്രിങ്കിങ് വാട്ടർ പ്രൊവിഷന് അല്ലെങ്കിൽ PHC ഫെസിലിറ്റീസ്, UP, ഷെൽട്ടർ ആൻഡ് കണക്ടിവിറ്റി ടു ഓൾഡ് ടൈം ബൗണ്ട് മാനേഴ്സ് വെർ മെയ്ഡ് അണ്ടർ ദിസ് പ്ലാൻ. അതുപോലെ വീക്കർ സെക്ഷൻ, ഇറ്റ് ഓൾസോ എയിം ടു എൻഷുർ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ടു ഓൾ. വീക്കർ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി മീൻസ് സ്ത്രീകളും കുട്ടികളുമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ പറഞ്ഞ സ്ത്രീ ശാക്തീകരണം, ജനകീയ പദ്ധതി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 50ാം വാർഷികം ആഘോഷിച്ചത്. ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം, ഡീസെൻട്രലൈസേഷൻ തുടങ്ങിയിട്ടുള്ളത് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അത് 10ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുക. ഇതിന്റെ ആക്ച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് 7.6ഉം ടാർഗറ്റ് ചെയ്തത് 8%. ഈ സമയത്ത് ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ആദായകരമായതും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയിട്ടുള്ളതായിരുന്നു. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, കേരള മോഡൽ വികസന പദ്ധതി. അപ്പൊ ഈ പ്ലാനിനകത്ത് ഈ പറഞ്ഞുകൂട്ട് തന്നെ ഫിക്സഡ് ടാർഗറ്റ് വെയർ ഫിക്സഡ് ഫോർ എ ഫ്യൂ കീ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ്. അതായത് അറ്റൈൻമെന്റ് ഓഫ് GDP ഗ്രോത്ത് റേറ്റ് 8% പെർ ആനം. GDPയുടെ ഗ്രോത്ത് റേറ്റ് ആനുവലി 8% ആ ഒരു രീതിയിലേക്ക് അറ്റൈൻ ചെയ്യുക. പ്രൊവൈഡിങ് ആക്സസ് ടു ബേസിക് സർവീസസ് സച്ച് ആസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. Substantial allocation of resources to the social sector and major improvement in governance for the effective use of resources. അതുപോലെ poverty reduction 5% by 2007 to 50% by 2012. 2012 ആകുമ്പോഴത്തേക്ക് 15% poverty reduce ചെയ്യുക. അതൊരു to reduce the gender gap in literacy and wage rate of 50% by 2007 and population growth 60.2% during 2001 to 2011. അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ എല്ലാ ഗ്രാമങ്ങളിലേക്കും 2007 കൂടിയിട്ട്
സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ആക്സസ് ഡ്രിങ്കിങ് വാട്ടറിന് കൊണ്ടു കൊടുക്കുക. അതൊക്കെ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. ഇനി 11ന്റെ ലക്ഷ്യം എന്താണ്? പ്രധാനപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് അല്ലെ. സമഗ്ര വികസനമാണ്, ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതായത് ടുവേർഡ് ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് 11ാമത്തെ തീം തന്നെ ആയിരുന്നു. ടാർഗറ്റ് ചെയ്തത് 9%, എത്തിപ്പെടാൻ സാധിച്ച 8% ആണ്. Though the Indian economy witnessed growth, it was not perceived as sufficiently inclusive by various vulnerable sections of society. അതായത് നമ്മൾ മൊത്തത്തിൽ വളരുന്നുണ്ട്, പക്ഷെ അപ്പോഴും ഒരു സെക്ഷന്, വൾണറബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ അതൊന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സമഗ്ര വികസനം, എല്ലാ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ടത് 11ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. Agriculture, infrastructure and education were the key areas of concern during this plan. Around 27 detailed national targets ranging from enhancing production and income to literacy, health, child development, poverty reduction, etc. were set under 11th plan. To boost agricultural industrial service growth rate 4%, 10%, 9%. Agricultural ഇത് 4% കൂട്ടുക, ഇൻഡസ്ട്രിയൽ 10% കൂട്ടുക, സർവീസ് ഗ്രോത്ത് റേറ്റ് 9% കൂട്ടുക. ഇതൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട ടാർഗറ്റ്. 2009 ഓൾ പീപ്പിൾ വിൽ ഹാവ് ആക്സസ് ടു സേഫ് ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ളതും 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ഇനി ലാസ്റ്റ് 12ാം പഞ്ചവത്സര പദ്ധതിയാണ് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ലക്ഷ്യം. എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതിന്റെ ടാർഗറ്റ് ഗ്രോത്ത് റേറ്റ് 8% ആയിരുന്നു. ഇവിടെ ആക്ച്വൽ ഗ്രോത്ത് 5-year പ്ലാൻ എന്ന് പറയുന്നത് 5.1. 2012-13 5.1, 13-14 6.9, 14-15 7.6, 15-16 7.1, 2016-17 അതായത് 7.1, 17 ആയപ്പോഴത്തേക്ക് 7.1 വരെയാണ് എത്തിപ്പെടാനായിട്ട് സാധിച്ചത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ലക്ഷ്യമിട്ടിരുന്നത് ഏകദേശം 8.2 വരെ ആയിരുന്നു. എന്നാൽ 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അനുവദിച്ച വളർച്ചാ നിരക്കാണ് 8% എന്ന് പറയുന്നത്. കാർഷിക മേഖലയിലെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 4% ആയിരുന്നു. അതുകൊണ്ട് ഇതിന് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണ്? നമുക്കറിയാം ഈ സമയത്താണ്, ഈ ഒരു കാലഘട്ടത്തിലാണ് 2015 ജനുവരി 1 നീതി ആയോഗ് വരുന്നത് അല്ലെ. നീതി ആയോഗ് ഈ സമയത്താണ് വരുന്നത്. അപ്പൊ ഓവറോൾ ഗ്രോത്ത് റേറ്റ് ഓരോ സ്റ്റേറ്റ്, ഈച്ച് സ്റ്റേറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ പ്രീവിയസ് വൺ. റിയൽ GDP ഗ്രോത്ത് എത്രയാ? 8.2%. മാനുഫാക്ചറിംഗ് ഗ്രോത്ത് റേറ്റ് 10%. ഈ അഗ്രികൾച്ചറൽ ഗ്രോത്ത് റേറ്റ് 4%. ഇത് പഠിച്ചു വെക്കണേ, 4%. ഇൻക്രീസ് മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ടു 7 years by 2017. ഈ പറഞ്ഞുകൊണ്ട് തന്നെ 7 വയസ്സ് സ്കൂളിംഗ് ഏജ് 7 വയസ്സായിട്ട് മാറ്റുന്നത് 2017 അതോട് കൂടിയിട്ട് 7 വയസ്സാക്കണം. ജെൻഡർ ഗ്യാപ്പ് എടുത്ത് മാറ്റുക സ്കൂളുകളിലേക്ക്. എലിമിനേഷൻ ഓഫ് ജെൻഡർ ആൻഡ് സോഷ്യൽ ഗ്യാപ്പ് ഇൻ എൻറോൾമെന്റ് ഇൻ ടു സ്കൂൾസ്. അതുപോലെ ഇൻക്രീസിംഗ് ദ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ ബൈ ഇൻക്രീസിംഗ് ദ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് ഫോർ ഈച്ച് ഏജ് കാറ്റഗറി. റെഡ്യൂസിംഗ് ദ ഹെഡ് കൗണ്ട് റേഷ്യോ ഫോർ കൺസംഷൻ പോവർട്ടി ബൈ 10%. 50 million ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക, അതായത് നോൺ ഫാം സെക്ടേഴ്സിലേക്ക്. അതുപോലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 25%, 100 പേരില് ആ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരുന്നത്. അതുപോലെ റെഡ്യൂസിങ് ദ അണ്ടർ ന്യൂട്രീഷൻ, കുട്ടികളുടെ 0 to 3 years ആ കുട്ടികളുടെ അണ്ടർ ന്യൂട്രീഷൻ ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക. അതുപോലെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി കൂട്ടുക. അതുപോലെ എന്താണ് ഈ പറയുന്ന എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP 20 to 25% 2020 ആകുമ്പോഴത്തേക്കും കുറയ്ക്കുക. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഇതിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. ഇത് ലാസ്റ്റ് പോയിന്റ് ആയതുകൊണ്ടാണ് ഇത്രയും കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നോക്കിയില്ലെങ്കിൽ തന്നെ നമുക്ക് വേണ്ട പോയിന്റ്സ് എല്ലാം ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ആദ്യം പറഞ്ഞില്ലേ, റിയൽ GDP ഗ്രോത്ത് റേറ്റ് 8.2%, മാനുഫാക്ചറിംഗ് ഗ്രോത്ത് റേറ്റ് 10%, അഗ്രികൾച്ചറൽ ഗ്രോത്ത് റേറ്റ് 4%. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും 12ാം പഞ്ചവത്സര പദ്ധതി വരെ ഇത്രയും പോയിന്റ്സും പഠിക്കേണ്ടത് തന്നെയാണ്. വേഗത്തിലെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. വേഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആർക്കെങ്കിലും ഇനിയും കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മെസ്സേജ് ആയിട്ടും ഞാൻ പിൻ ചെയ്തേക്കാം, ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.